ഹലോ, ഞാൻ ഷാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള കുഷ്യൻ കവർ ഈ ദിവസങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എല്ലാം ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, രണ്ടെണ്ണമൊന്നുമില്ല. പക്ഷെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് കാണാനേ. അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോസ് ചോദിച്ചാൽ മതി, അതനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും. നല്ല എംബ്രോയിഡറിയും ഇതുപോലെ ഇങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കുന്നു. ഇതിനൊക്കെ ഓരോ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസത്തിലുള്ള നല്ല ഭംഗിയായിട്ടുള്ള കുഷ്യൻ കവേഴ്സ് ആണ്. ഇത് കണ്ടോ എന്ത് രസമാന്ന് നോക്കിയാൽ. ഈ ഒരു റെഡ് ഇതിനോട് ഒരുപാട് കാണിക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള കുഷ്യൻ കവേഴ്സ് കേട്ടോ. നന്നായിട്ടില്ലേ കാണാനെല്ലാം. ഇനിയില്ലേ ഞാൻ കാണിക്കാൻ പോകുന്ന നല്ല ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ്, ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഇതിനകത്ത് ലൈക്ക് എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല എന്താ പറയുക എടുത്ത് പൊക്കാൻ എളുപ്പമായിരിക്കും, പിന്നെ കഴുകാനും നല്ല എളുപ്പമായിരിക്കും. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് വന്നിരിക്കുന്ന നല്ല പ്രീമിയം ക്വാളിറ്റി സോഫ്റ്റ് കോട്ടൺ ആണ്. 95% കോട്ടണും 5% മിക്സും ഉണ്ടെന്ന് ഞാൻ പ്രത്യേകം വീഡിയോയിൽ എടുത്ത് പറയുവാണ് കേട്ടോ. നിങ്ങൾ അതനുസരിച്ച് വേണം. അതായത് നിങ്ങൾക്ക് ഒരുപാട് സോഫ്റ്റ്നെസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ബെഡ്ഷീറ്റ് ഇത് കേട്ടോ. നല്ല ഒരു ഗ്രീൻ പൂവ്, ബാക്ക്ഗ്രൗണ്ട് ശരിക്കും വൈറ്റ് ആണെങ്കിലും ഗ്രീൻ ആണ് കൂടുതൽ എടുത്ത് കാണിക്കുന്നത്. അത് ഞാൻ പ്രത്യേകം പറയുക കേട്ടോ. നല്ല രസമില്ലേ കാണാൻ. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഷീറ്റ്സ് ആണ് ഇത് കണ്ടോ. നല്ല ഭംഗിയായിട്ട് വലിയ പില്ലോ കവേഴ്സും ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ വലിയ പില്ലോ കവേഴ്സ് ആണ്, സിബ് ഉണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. ചിലതിന് സിബ് ഉണ്ട് ഇതിനകത്ത്, പക്ഷെ ഇതിനകത്ത് സിബ് ഇപ്പം ഞാൻ കണ്ടില്ല, സിബ് ഇല്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് ഇനി നമുക്കൊരു ഇഷ്ടം ഡാർക്ക് കളറാണ് ആവശ്യം, പക്ഷെ ലൈറ്റ് ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു പിസ്സ അതിന് നല്ല ഭംഗിയായിരിക്കും. നമ്മുടെ മാഗ്നസ്കേപ്സിലുണ്ടല്ലോ ഈ ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞ സാധനമില്ലേ, ഒരുപാടുണ്ട്. ബെഡ്ഷീറ്റ് ഉണ്ട്, ടേബിൾ ക്ലോത്ത് ഉണ്ട്, കിച്ചൺ ടവൽ ഉണ്ട്, ഡോർ മാറ്റ്സ് ഉണ്ട്, പല പല സാധനങ്ങൾ കേട്ടോ. അപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് എല്ലാ വീടുകളിലും നമുക്ക് ഇടണമല്ലോ. മീൻസ് എൻ്റെ മാത്രം വീട്ടിലല്ല, എല്ലാ ആൾക്കാർക്കും ഇടാൻ പറ്റുന്ന അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റുകളാണ് മാഗ്നസ്കേപ്സിൽ ഉള്ളത് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷീറ്റാണ്. ഇനിയുള്ളത് നല്ല ഒരു എന്താ പറയുന്നത് 695 ബെഡ്ഷീറ്റ് ആട്ടോ. ഈ ബെഡ്ഷീറ്റ് ഇതിനു മുമ്പ് നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നു, റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. 1 വർഷം മുമ്പാണ് ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് വാങ്ങിക്കാത്ത ആൾക്കാർക്കൊക്കെ ഇപ്പോഴും വാങ്ങിക്കാൻ പറ്റും. നമ്മുടെ കയ്യിൽ അറൗണ്ട് ഒത്തിരി പീസ് ഉണ്ട് കേട്ടോ, പറഞ്ഞാൽ തീരാത്തത്രയും പീസസ് ഉണ്ട്. അപ്പോൾ അന്ന് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മീൻസ് അത്രയും കൊടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ഏകദേശം രൂപയുള്ള അത്രയും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നല്ല റോസാപ്പൂവിൻ്റെ ഡിസൈനുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. ഇത് കണ്ടോ, 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട്. ഇനി നമ്മുടെ റെയിൻബോ ബെഡ്ഷീറ്റ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് റെയിൻബോ ബെഡ്ഷീറ്റ് എന്ന് ഒരു ആൻറ്റി പേരിട്ട് തന്ന ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ആൻറ്റി പറഞ്ഞുകൊണ്ട് ഞാനും ഇതിന് പേരിട്ടത് റെയിൻബോ ബെഡ്ഷീറ്റിനാട്ടോ. മോളെ ആ റെയിൻബോ ബെഡ്ഷീറ്റിനാട്ടോ. അപ്പോൾ നല്ല രസമുള്ള റെയിൻബോ ബെഡ്ഷീറ്റ് കേട്ടോ. നല്ല ഭംഗിയാട്ടോ കാണാൻ. ചെളി പറ്റി അറിയത്തില്ല. ഇനി വെക്കേഷനാ, പിള്ളേർ എന്തായാലും ചാടി മാറിയും. സൈഡ് ബോർഡർ ഈ ഒരു കോഫി കളറാണ്. അപ്പോൾ അത് നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഈ റെയിൻബോ ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ, ഞാനും ഒരെണ്ണം വീട്ടിൽ കൊണ്ട് വിരിച്ചു കേട്ടോ. അപ്പം ആദ്യമൊന്നും ആക്ച്വലി ഹായ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആദ്യമൊന്നും ആക്ച്വലി ഇത്രയും കളർഫുൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റാണോ ഇടുന്നതെന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു കേട്ടോ എൻ്റെ വീട്ടിലുള്ളവർക്ക്. പക്ഷെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് കൊള്ളാം, ഇത് മീൻസ് ലൈക്ക് എന്തോ ഒരു ഭംഗി ഇതിനകത്തുണ്ട്. ഫസ്റ്റ് ടൈം ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിനെ എനിക്കും അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തന്ന ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഭയങ്കര നല്ലതാ മോളെ, ഇത് അത്ര നല്ലതാ. ലൈക്ക് മീൻസ് അവരുടെ ലാംഗ്വേജിലാണേ പറയുന്നത്, ഞാൻ എൻ്റെ ലാംഗ്വേജ് പറഞ്ഞ അത്ര നല്ല രസമാണ് ഇത് വിരിച്ചാന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമുക്കത് ആദ്യം നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ലാതെ ഇപ്പോൾ ഞാൻ പഠിച്ചു. അപ്പോൾ അങ്ങനെയല്ല. അപ്പം നല്ല ഭംഗിയായിട്ട് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ കേട്ടോ. ചില സ്ഥലങ്ങളിൽ പോകുന്നത് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള 695 ബെഡ്ഷീറ്റ് ആണ് ഈ രണ്ടും ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് സെയിം തന്നെ 695 ബെഡ്ഷീറ്റ് ആട്ടോ. ഈ ദിവസങ്ങളിൽ ഞാനൊരു 2-3 ദിവസമൊക്കെ ഇച്ചിരി ലേറ്റ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാണ് സ്റ്റോറി വരുന്നത്. പല ആൾക്കാരും വരുമ്പോൾ ഞാനിവിടെ കാണുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അതൊക്കെ ഞാൻ മാറ്റുന്നതായിരിക്കും, വേഗം തന്നെ മാറ്റുന്നതായിരിക്കും, മടിയൊന്നും അല്ല.
അപ്പം മീൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്കവാറും തന്നെ വേറെ സ്റ്റോറിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് ഇവിടെ കാണുന്നില്ല കേട്ടോ. എന്നാലും എന്നെ അന്വേഷിക്കുന്നവർക്കൊക്കെ താങ്ക് യു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ എന്നെ അന്വേഷിക്കുന്നതൊക്കെ വലിയ സന്തോഷം കേട്ടോ. ചില ആൾക്കാർക്ക് അങ്ങനെയല്ലേ, ഒരു സുഖം, മോളെന്തി, മോളെന്തി എന്നല്ല, ടാനി എന്തി എന്നൊക്കെ ചോദിക്കുമ്പം ഒരു സുഖം. അതെന്നാ സുഖമാണെന്ന് നമുക്കറിയത്തില്ല. ഇപ്പം നമ്മുടെ അയൽവക്കത്തെ വീട്ടിലെ ചേച്ചി ആണെങ്കിൽ തന്നെ, ലൈക്ക് എല്ലാ ദിവസവും കാണുന്ന ആളാണെങ്കിൽ തന്നെ എന്നെ ഒരു ദിവസം നോക്കിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമില്ലേ? അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ എന്താ പറയുന്നത്, എല്ലാ ദിവസവും നമ്മളെ കാണുന്നവരും അല്ലാത്തവരൊക്കെ നമ്മളെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖമാണ്. ആ സുഖത്തിന് പറയുന്ന പേരാണ് എന്താ പറഞ്ഞേ, ഭയങ്കര സ്നേഹമല്ല, മീൻസ് ലൈക്ക് സ്നേഹമാണ്, പക്ഷെ അത് എന്താ പറയുക, ചിലപ്പോൾ ഒന്ന് കണ്ടില്ലെങ്കിൽ ഒരു കുശുകുശു വിഷമമല്ലേ, അതിന് പറയുന്ന പേരെനിക്ക് അറിയത്തില്ല, വരുന്നില്ല കേട്ടോ. അതൊരു പ്രത്യേകതരം സ്നേഹമാണ് കേട്ടോ. ഇതുണ്ട്, നല്ല ഭംഗിയായിട്ടുള്ള നല്ല ഷീറ്റാണ്. ഇതൊരു ലൈൻ ആണ്. ഇത് ആക്ച്വലി ഈ ഒരു ബെഡ്ഷീറ്റ് നല്ല രസമായിട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. ഇതിനകത്ത് മീൻസ് നമ്മുടെ തിക്കായിട്ടുള്ള കോട്ടൺ അല്ല, ഇച്ചിരി കൂടെ ലൈറ്റ് വെയ്റ്റ് കോട്ടൺ ആണ്. മെറ്റീരിയൽ ഒരു കുറച്ച് വ്യത്യാസവും ഉണ്ട് കേട്ടോ. ഇനിയുള്ളത് നല്ല പൂക്കളും കായ്ക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, ഇന്ന് ഞാൻ സ്പീഡിൽ എന്താ പറയുന്നതെന്ന് ആലോചിച്ച് ഇത്രയും നേരം ഞാൻ വർത്താനം പറഞ്ഞ് മടുത്തു കേട്ടോ. അതുകൊണ്ടാണ് നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റ്, നല്ല രസത്തിലുള്ള നല്ല ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഇത് കണ്ടോ, ആ ഒരു സ്നേഹത്തിന് പറയുന്ന പേരാണ്, നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത സ്നേഹം എന്നൊക്കെ പറയത്തില്ല, അതുപോലെയാട്ടോ. നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയില്ലേ, ചില ദിവസം നമുക്കിങ്ങനെ മീൻ കറിയോ കപ്പ വറുത്തതോ ഒക്കെ കൊണ്ടുതരും. അപ്പം ലൈക്ക് നമുക്ക് അങ്ങനെയൊക്കെ നമ്മുടെ വീടിൻ്റെ അയൽവക്കത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ പോലെ ചെയ്യുവേ. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെ ചെയ്യും കേട്ടോ. പക്ഷെ ആ ഒരു ദിവസം അവരെ കണ്ടില്ലെങ്കിൽ, കപ്പ വറുത്തല്ല ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും ഒരു ദിവസം അവരെ കണ്ടില്ലെങ്കിലും നല്ല വിഷമമാട്ടോ. ഫോർ എക്സാമ്പിൾ, ലൈക്ക് എൻ്റെ തന്നെ ഫ്ലാറ്റിലാണെങ്കിൽ ഞാൻ അവിടെ കിടന്ന് അലറുന്ന ശബ്ദം കേട്ടില്ലെങ്കിൽ എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാർ അയ്യോ എന്ത് പറ്റിയെന്ന് ഓർക്കും. അലർച്ചയല്ല, നമ്മുടെ ശബ്ദം. എന്നാലും ചില സമയത്തൊക്കെ മനുഷ്യൻ അലറും, അതൊരു തെറ്റല്ല, അതൊന്നും ഒരു തെറ്റുമല്ല കേട്ടോ. നമ്മുടെ പ്രൊമൈസസ് കിടന്ന് നമുക്ക് എന്ത് വേണം ചെയ്യാം കേട്ടോ. ഇത് 695 രൂപയുടെ നല്ല ബെഡ്ഷീറ്റാണ്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കാണണം, നമ്മുടെ മാഗ്നസ്കേപ്സ് വരാൻ നല്ല എളുപ്പമാണ്. ഇനി ഈസ്റ്റർ ഒക്കെ ആകാൻ പോവുകയാണ്, പിള്ളേരുടെ സ്കൂളൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മൾ ഒരുപാട് നല്ല സാധനങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരുപാട്. അതായത് നിങ്ങൾ വിചാരിക്കുന്ന അത്രയും നല്ല ഭംഗിയായിട്ട് തമ്പുരാൻ്റെ കൃപയിൽ അത്രയും നമ്മുടെയൊക്കെ സാധനം കിട്ടി. അതുകൊണ്ട് നമ്മളും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണ്ടേ. അപ്പോൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ, വരേണ്ട വഴി നമ്മുടെ കടവന്ത്രയിൽ നിന്നും വൈറ്റിലേന്നും വരുന്ന വഴിക്ക് നമ്മുടെ എറണാകുളത്ത് മെട്രോ പില്ലർ നമ്പർ 795 സൈഡിലുള്ള റോഡാണ് മാഗ്നസ്കേപ്സ്. ആ തൊട്ടടുത്തുള്ള മീൻസ് മാഗ്നസ്കേപ്സിലോട്ട് ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റ് ആണ് കേട്ടോ. പില്ലർ നമ്പർ 795 നോക്കണം. ബെഡ്ഷീറ്റിൻ്റെ വില നിങ്ങൾ മനസ്സിൽ വെക്കല്ലേ, പില്ലർ നമ്പർ 795 കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ആരെയാണ് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വിളിക്കണം എന്നൊക്കെ നമ്മൾ ഓർത്ത് നല്ല സന്തോഷത്തോടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളേ. താങ്ക് യു.